ഈ യുഎസ് യൂറോപ്യൻ അല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺ ആയിട്ട് സെറ്റിൽ ആവാൻ വരുന്ന കുറേ ആളുകൾ ബാംഗ്ലൂർ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അവരോട് എന്തുകൊണ്ട് നിങ്ങൾ ബാംഗ്ലൂർ ചൂസ് ചെയ്യുന്നു, ഇവിടെ ട്രാഫിക് കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം ഇപ്പം അവരുടെ ലൈഫിൽ അവർ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അവർ ഈ പറഞ്ഞ യൂറോപ്പിൽ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, ജോലിയൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. ഇനി അവർ റിട്ടയർമെൻറ്റ് ലൈഫിന് അവർ ബാംഗ്ലൂരെ സെലക്ട് ചെയ്യുക. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് മെയിൻ റീസൺ. ഇപ്പം നമ്മളൊരു ഒരു 1 ഇയർ എടുക്കുകയാണെങ്കിൽ ഒരു 8 മന്ത്സ് 9 മന്ത്സ് വരെയെങ്കിലും ഇവിടെ ഒരു തണുത്ത ക്ലൈമറ്റ് ആണ്. ബാക്കിയുള്ള 2-3 മാസം മാത്രമേ കുറച്ചൊക്കെ ഒരു ചൂട് വരുന്നുള്ളൂ ബാംഗ്ലൂർ. അത് മാത്രമല്ല, ഈ പുറത്ത് പ്രത്യേകിച്ച് US യൂറോപ്പിലൊക്കെയുള്ള ആൾക്കാർ അവർ ഡേ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കൂടുതൽ നൈറ്റിൽ അവർ സ്പെൻഡ് ചെയ്യുക പുറത്ത്. അപ്പം അങ്ങനെ ഒരു നൈറ്റ് ലൈഫ്, ക്ലബിങ്, പബ്ബിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ബാംഗ്ലൂരാണ് എപ്പോഴും ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരിനാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ കുറേ പേരൊക്കെ ചോദിക്കും ഈ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ പ്രശ്നമാവില്ലെന്ന്. ഞാൻ പറയട്ടെ, ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഒരുപാട് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അവർ നല്ലൊരു സ്പേസ്, നല്ലൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു വീടോ ഫ്ലാറ്റോ അവരെടുത്ത് അതിൻ്റെ നൈബർഹുഡും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ചൂസ് ചെയ്ത് അവർ യാത്രയേക്കാൾ കൂടുതൽ അവർ ആ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ എപ്പോഴും അവർക്കൊരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുന്നതും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ലേഡീസിൻ്റെ സേഫ്റ്റി ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് ഇപ്പം ഫസ്റ്റ്. ഇന്ത്യയിലെ മൊത്തം ടോപ്പ് സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ് ഫസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലുള്ള ഒരു ആക്സസിബിലിറ്റി ടു ഫുഡ് ആണെങ്കിലും വേണ്ടില്ല, മറ്റ് മോൾസ്, അതുപോലെ ബ്രാൻഡ്സ്, ഏത് ബ്രാൻഡുകൾ വേണമെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ആൾക്കാർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ്, അവരുടെ റിട്ടേൺ ലൈഫ് ഫ്രം US അതല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ബാംഗ്ലൂരാണ്, മറ്റേത് സിറ്റിനേക്കാൾ കൂടുതൽ.